പുതിയ ഇൻസ്റ്റഗ്രാം വീഡിയോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്തർ മന്ദറിൽ ഉയർന്ന അധിക്ഷേപ മുദ്രാവാക്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മാപ്പ് നൽകുന്നുവെന്ന് മോദി. രാജ്യത്തിനായി ഒരുമിച്ച് മുന്നേറാമെന്ന് മോദി വീഡിയോയിൽ പറയുന്നുണ്ട്. जंतर मंतर पर जो कुछ भी हुआ देश और दुनिया ने देखा है। कुछ शरारती बच्चों ने भद्दी भद्दी गालियां बोली। സംശയങ്ങളുമായി ഋഷികേശ് ചേരുന്നുണ്ട്. ഋഷി, വലിയ ഇമ്പാക്റ്റ്, വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വീഡിയോയാണ്. പ്രധാനമന്ത്രി വീണ്ടും വീഡിയോയുമായി വന്നിരിക്കുന്നതിൻ്റെ ഉള്ളടക്കമാണ് പ്രധാനം. അതായത് ഈ CJP പ്രതിഷേധത്തിനിടെ അധിക്ഷേപങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ വിദ്യാർത്ഥികൾക്ക് മാപ്പ്, അതാണല്ലോ ഈ വീഡിയോയുടെ ഉള്ളടക്കമല്ലേ? അതെ അരുണ്യ, നിലവിൽ CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു അധിക്ഷേപ പരാമർശങ്ങളെല്ലാം വരുന്നു എന്നുള്ള പരാതികൾക്ക് ഇടയിലാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. സ്ഥിരമായി അദ്ദേഹം ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ചെയ്യുന്നത് പോലെ തന്നെ ഇൻസ്റ്റഗ്രാം വീഡിയോ ആണ് നിലവിൽ രാത്രി പങ്കുവച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ താൻ മാപ്പ് പറയുന്നു. അത്തരത്തിൽ ഇവർ വഴിതെറ്റിയ ഒരു കൂട്ടം ആളുകളാണ് ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. അവരെ വഴികാട്ടുക എന്നുള്ളതാണ് തൻ്റെ സർക്കാരിൻ്റെയും ലക്ഷ്യമെന്നടക്കം മോദി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തന്നെയും തൻ്റെ മാതാവിനെയും അടക്കം ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ അവിടെ അധിക്ഷേപിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. സ്ത്രീകളടക്കം അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളടക്കം ഇത്തരത്തിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ തനിക്ക് വലിയ ആശ്ചര്യം തോന്നി എന്നടക്കം മോദി പറയുന്നുണ്ട്. എന്നാലും ഇത്തരം തെറ്റുകൾ നടത്തുമ്പോൾ അവരെ കോടതിയിൽ കയറ്റി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാതെ അവരെ നേരായ പാതയിലേക്ക് കൊണ്ടുപോകാനാണ് തൻ്റെ ലക്ഷ്യമെന്നടക്കം മോദി ഈ വീഡിയോയിൽ പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ വിവാദം വരുന്നത് തന്നെ നിലവിൽ നോയിഡയിലെ ഒരു വിദ്യാർത്ഥിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CJP അടക്കം വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പേരിൽ നോയിഡയിലെ ഒരു 25-കാരിക്കെതിരെ കേസെടുത്തിരുന്നു. അത് ക്രിമിനൽ കുറ്റങ്ങളടക്കം ചുമത്തിക്കൊണ്ടായിരുന്നു. അതിൽ CJP സ്ഥാപനമായിട്ടുള്ള അഭിജിത് ദീപികയും വക്താവായിട്ടുള്ള സൗരവ് ദാസും എല്ലാം വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് നിലവിൽ നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലൊരു വീഡിയോയും കൂടി വരുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. എന്ത് തന്നെയായാലും ഇത്തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെയുള്ളൊരു സൂചനയാണ് നിലവിൽ പ്രധാനമന്ത്രി ഈ വീഡിയോയിലൂടെ നൽകുന്നത്. തീർച്ചയായും ഋഷികേശാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ മോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ഒരു 25-കാരിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നോയിഡ പോലീസ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് മോദിയുടെ ഈ വീഡിയോ വരുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഇനി തുടർ കേസുകൾ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോയോടുകൂടി.